2.5 ലക്ഷത്തിന്റെ ചൈനീസ് പട്ടിയെ കാണിച്ച് 350 കോടിയുടെ തള്ള്. ഉത്തർപ്രദേശിലെ നോയിഡയിലുള്ള ഗൽഗോട്ടിയാസ് യൂണിവേഴ്സിറ്റിക്ക് പറ്റിയ ഈ അമളി അറിഞ്ഞാൽ നിങ്ങൾ ദ കേരള സ്റ്റോറി ടു ടീസർ കണ്ട് ചിരിച്ചതിനേക്കാൾ കൂടുതൽ ചിരിക്കും. ഡൽഹിയിൽ നടന്ന ഒരു വലിയ കോൺഫറൻസിലാണ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ നേഹ സിംഗ് ഈ വിദ്യ കാണിച്ചു തന്നത്. 350 കോടി രൂപയുടെ പ്രൊജക്റ്റാണെന്നും പറഞ്ഞ് ഒരു റോബോട്ടിക് പട്ടിയെ കൊണ്ടുവന്നിരിക്കുന്നു. ഓറിയോൺ എന്നൊക്കെയാണ് ഇവർ ഇതിന് പേരിട്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പ്രൊഫസർ നേഹ സിംഗ് അത്രയും ആത്മവിശ്വാസത്തോടെ തട്ടിവിടുന്നത് നമുക്കൊന്ന് നേരിട്ട് കണ്ടുനോക്കാം. We see all this new technology happening here. We see this. So this is Orion. You need to meet Orion, and this has been developed by the Center of Excellence at the Galgotias University. I would also like to take a moment to brief you about Galgotias University. We are the first private university investing more than 350 crore rupees. കണ്ടില്ലേ പുള്ളിക്കാരി, ഇത്രയും ആത്മവിശ്വാസത്തോടെ ഇത് തങ്ങൾ സ്വന്തമായി ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ നമ്മൾ കരുതി വലിയെന്തോ സംഭവമാണെന്ന്. പക്ഷേ നാട്ടുകാർ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ അല്ലേ സംഗതി പുറത്തായത്. സംഭവം ചൈനീസ് കമ്പനിയായ യൂണിട്രി നിർമ്മിച്ച ഗോ2 എന്ന റോബോട്ടാണ്. ആമസോണിലോ അലിബാബയിലോ നോക്കിയാൽ വെറും 2.5 ലക്ഷം രൂപയ്ക്ക് ആർക്കും കിട്ടുന്നൊരു സാധനം. ഇതിന്റെ പുറത്തുള്ള ഒറിജിനൽ ലോഗോ പോലും മാറ്റാൻ മറന്നുപോയതാണ് പാവങ്ങളുടെ വലിയൊരു തെറ്റ്. 2.5 ലക്ഷത്തിന്റെ സാധനം വാങ്ങിവെച്ച് 350 കോടിയുടെ തള്ളിറക്കിയപ്പോൾ സർക്കാരും വെറുതെയിരുന്നില്ല. അപ്പോളേക്കും ഇവരുടെ സ്റ്റാൾ അവിടെ നിന്ന് പൂട്ടിച്ചു കെട്ടിച്ചു. മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് ചൈനീസ് സാധനം സ്വന്തം പേരിൽ വിറ്റ ഈ ബുദ്ധിമാന്മാരെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത് കേട്ടിട്ട് എന്ത് തോന്നുന്നുവെന്ന് താഴെ കമന്റ് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിൽ കാണാം.